കാത്തിരിപ്പുകൾ അവസാനിച്ചു. ചർച്ചകളുടെ കാലം കഴിഞ്ഞു. ഇനി ഭാരതത്തിന്റെ തേരോട്ടമാണ്. 18 വർഷമായി ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇത് വെറുമൊരു ഒപ്പിടലല്ല. ചൈനയെ പിന്തള്ളി ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാകാൻ ഭാരതം നടത്തുന്ന പടയോട്ടമാണ്. നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരി ലോക നേതാക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച നിമിഷം. എന്താണ് ഈ കരാർ? ഇതുകൊണ്ട് സാധാരണക്കാരനായ നമുക്ക് എന്തു ഗുണം? ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇതിൽ വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ലളിതമായി മനസ്സിലാക്കാം എന്താണ് ഈ കരാർ എന്ന്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ കയറ്റി അയക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. ഇന്നലെ നടന്ന ഈ ചരിത്രപരമായ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 90% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ യൂറോപ്പ് എടുത്തുമാറ്റി. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്യൻ വിപണിയിൽ അനുഭവിച്ചിരിക്കുന്ന മേധാവിത്വം ഇനി ഭാരതത്തിന്റെ കൈകളിലേക്ക് മാറുകയാണ്. വെറുമൊരു വ്യാപാര കരാർ എന്നതിലുപരി ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുള്ള മോദിയുടെ മാസ്റ്റർ പ്ലാൻ കൂടിയാണിത്. നാം ഈ കരാറിനായി എത്ര വർഷം കാത്തിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. 2007 ചർച്ചകൾ തുടങ്ങിയെങ്കിലും UPA സർക്കാരിന്റെ കാലത്ത് ഈ കരാർ എങ്ങും എത്താതെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരമേറ്റതോടെ മരവിച്ചു പോയ ഈ ചർച്ചകൾക്ക് പുതിയ ജീവൻ ലഭിച്ചു. 2022 അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകളും യൂറോപ്യൻ നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൗഹൃദവുമാണ് ഈ കരാറിനെ വേഗത്തിലാക്കിയത്. വെറും ഒരു വ്യാപാര കരാർ എന്നതിലുപരി യൂറോപ്പ് ഭാരതത്തെ ഒരു തുല്യ ശക്തിയായി കാണാൻ തുടങ്ങിയത് മോദിയുടെ ശക്തമായ വിദേശ നയത്തിന്റെ വിജയമാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇനി മുതൽ 0 അതായത് വിയറ്റ്നാമും ബംഗ്ലാദേശും അനുഭവിച്ചിരുന്ന ആനുകൂല്യം ഇനി നമ്മുടെ ഇന്ത്യക്കും ലഭിക്കും. തിരിച്ച് യൂറോപ്പിൽ നിന്നുള്ള അത്യാധുനിക മെഷീനറികളും സാങ്കേതിക വിദ്യയും കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിലെത്തും. ഇത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കരുത്തായി മാറുകയാണ്. പ്രതിരോധ മേഖലയിൽ യൂറോപ്പുമായി ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങൾ വഴി ഭാരതം ലോകത്തിന്റെ ആയുധ നിർമ്മാണ ഹബ്ബായി മാറാനും ഈ കരാർ വഴിയൊരുക്കും. എന്താണ് ഈ കരാർ എന്ന് ലളിതമായി പറഞ്ഞാൽ, രണ്ട് വമ്പൻ സാമ്പത്തിക ശക്തികൾക്കിടയിലുള്ള വ്യാപാര മതിലുകൾ തകർക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്ന 90% ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ നികുതി നൽകേണ്ടി വരില്ല. ഇതുവരെ വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്യൻ വിപണിയിൽ അനുഭവിച്ചിരുന്ന നികുതി ഇളവുകൾ ഇനി മുതൽ ഇന്ത്യക്കും ലഭ്യമാകും. ഇത് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും വലിയൊരു ആശ്വാസമാണ്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്ന് നോക്കാം. കാശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാര്യമെടുത്താൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സമുദ്രോൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകും. ഇടുക്കിയിലെ കർഷകന്റെ കുരുമുളകും കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളിയുടെ ചെമ്മീനും ഇനി നേരിട്ട് യൂറോപ്പിലെ തീന്മേശകളിലെത്തും. തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലും വസ്ത്രനിർമ്മാണശാലകൾക്കും കർണാടകയിലും തെലങ്കാനയിലും IT, ഫാർമ മേഖലകൾക്കും ഇത് പുതിയ തൊഴിലവസരങ്ങൾ നൽകും. ഉത്തർപ്രദേശിലെ തൂകൽ വ്യവസായവും ഗുജറാത്തിലെ രാസ വ്യവസായവും ഈ കരാറിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും ഈ കരാർ സഹായിക്കും. ചൈനയെ പോലുള്ള രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി മാറുകയാണ്. പ്രതിരോധ മേഖലയിൽ യൂറോപ്പിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ നമ്മുടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാകും. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത വളർച്ചയാണ്. ഓരോ മലയാളി കർഷകന്റെയും മത്സ്യത്തൊഴിലാളിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നതാണ് മോദിയുടെ ഈ നീക്കം. ഇത് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നമ്മൾ കേരളത്തിന്റെ കാര്യം പറഞ്ഞു. എന്നാൽ ഭാരതത്തിന്റെ മറ്റ് പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലും ഈ കരാർ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഓരോ സംസ്ഥാനത്തെയും സവിശേഷമായ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലെ 27 രാജ്യങ്ങളിലേക്ക് ഇനി രാജകീയ പ്രവേശനമാണ് ലഭിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, അസം, പശ്ചിമ ബംഗാൾ ഇങ്ങനെ ഭാരതത്തിലെ
ഓരോ സംസ്ഥാനത്തെയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് മോദി സർക്കാർ ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഓരോ നാടിന്റെയും തനത് ഉൽപ്പന്നങ്ങൾ ഇനി ലോകം മുഴുവൻ അറിയപ്പെടും. ആഗോള വിപണിയിൽ ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യം തകർക്കാൻ മോദി നടത്തിയ ഏറ്റവും വലിയ കരുനീക്കമാണിത്. ഈ കരാറിലൂടെ യൂറോപ്പിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറുമ്പോൾ അത് ചൈനയുടെ സാമ്പത്തിക നട്ടെല്ലിനേൽക്കുന്ന വലിയൊരു ആഘാതമായിരിക്കും. ഇന്ത്യയെ ലോകത്തിന്റെ ഫാക്ടറിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് അയക്കുന്നത് മാത്രമല്ല, യൂറോപ്പിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വരികയും ചെയ്യും. ഗ്രീൻ എനർജി, ഡിജിറ്റൽ പേയ്മെന്റ്, സ്പേസ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് വഴി നമ്മുടെ രാജ്യം സാങ്കേതികമായി ഏറെ മുന്നിലെത്തുകയാണ്. ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്കും IT മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. സാമ്പത്തിക കാര്യങ്ങൾക്ക് പുറമെ സുരക്ഷാ പ്രതിരോധ മേഖലകളിലും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം ശക്തമാകും. പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും അത്യാധുനിക ആയുധങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാനും ഈ കരാർ സഹായിക്കും. വോണ്ടർ ലെയൻ പറഞ്ഞതുപോലെ ഇത് ലോകത്തിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ പങ്കാളിത്തം കൂടിയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ ഈ കരാർ വഴിയൊരുക്കും. വിസ നടപടികൾ ലഭ്യമാക്കാനും ഇന്ത്യയിലെ പ്രൊഫഷണലുകളുടെ സേവനം യൂറോപ്പിൽ ലഭ്യമാക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് IT, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടമാകും. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ കേവലം അക്കങ്ങളുടെയോ ലാഭനഷ്ടങ്ങളുടെയോ കണക്ക് മാത്രമല്ല. ഇത് നവഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. 18 വർഷമായി ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ വഴിമുട്ടി നിന്ന ഒരു കരാർ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പലരും വിദേശ യാത്രകളെ പരിഹസിച്ചപ്പോഴും ആ യാത്രകളിലൂടെ അദ്ദേഹം നെയ്തെടുത്ത നയതന്ത്ര ബന്ധങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്കും യുവാക്കൾക്കും വലിയൊരു വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു കർഷകന്റെ മണ്ണിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന ഉൽപ്പന്നമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഉത്തർപ്രദേശിലെയോ തൊഴിലാളികൾ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളോ എന്തുമാകട്ടെ, അവയെല്ലാം ഇനി ലോക വിപണിയിൽ തലയുയർത്തി നിൽക്കാൻ പോവുകയാണ്. നികുതിയില്ലാതെ, തടസ്സങ്ങളില്ലാതെ ഭാരതീയ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിന്റെ മുറ്റത്തെത്തുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ഓരോ ഭാരതീയനും സ്വയം പര്യാപ്തനാകുന്ന മോദിയുടെ വലിയൊരു പദ്ധതിയാണ്. ഇതിലൂടെ വരാൻ പോകുന്ന ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും നമ്മുടെ വരും തലമുറയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. നമ്മൾ ഇന്ന് സാമ്പത്തികമായി ലോകത്തിലെ മൂന്നാമത്തെ വലിയ ശക്തിയാണ്. എന്നാൽ പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതം 2047 എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ അതിവേഗം കുതിക്കുകയാണ്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഈ കരാർ. എന്തായാലും ഭാരതത്തിന്റെ ഈ കുതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.